എൻ ബാലഗോപാൽ പ്രസംഗത്തിനപ്പുറം പ്രവർത്തിയിൽ വിശ്വസിക്കുന്ന ഒരു ധനകാര്യ മാനേജ്മെന്റ് വിദഗ്ധനാണെന്ന് തന്നെയാണ് കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിന്റെ അനുഭവം. ഫണ്ടുകളൊക്കെ തടഞ്ഞുവെച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുമൊക്കെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഞെരുക്കത്തിനിടയിലും ട്രപ്പീസ് കളിക്കാരനെ പോലെ വരവും ചിലവും കടവും ഒക്കെ ബാലൻസ് ചെയ്യും വിധം ബജറ്റുകൾ അവതരിപ്പിക്കാൻ കെ.എൻ. ബാലഗോപാൽ ഇതുവരെ സാധിച്ചിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകാനും അതേപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ താങ്ങി നിർത്താനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമൊക്കെ എവിടെ നിന്നൊക്കെയോ പണം വീതിച്ചു നൽകി ആഭ്യന്തര നികുതി വരുമാനം ഉയർത്താനായതിൽ വിമർശനവും പ്രശംസയും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു കേട്ടു, നിങ്ങൾ കേട്ടിട്ട് പറയും ഇതൊന്നും നടക്കുന്നില്ലെന്നേ, ഇതൊന്നും കണക്കൊന്നുമില്ല, ചുമ്മാതാ. അങ്ങനൊന്നും അല്ല ഇത്തരം കാര്യങ്ങളെ പറ്റി. ഇതിൽ വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കാം. വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റ് പേപ്പറിനേക്കാളും കട്ടിയുള്ള പേപ്പറാ ബഡ്ജറ്റ്. അത് അവതരിപ്പിച്ചിരിക്കുക. സഭയിൽ സമയമുണ്ട്, അടുത്ത 4 ദിവസമുണ്ട്, അതിനുശേഷം സമയമുണ്ട്. അവിടെ ചർച്ച ചെയ്യട്ടെ. ഈ പറഞ്ഞതിനകത്തെല്ലാം കണക്കും കാര്യം ഇല്ലെങ്കിൽ ഇന്നലെ സഭയല്ലേ നല്ല വേദി. ഞാൻ ആൻസറബിളാണ്, മുഖ്യമന്ത്രി ആൻസറബിളാണ്, ഗവൺമെന്റ് ആൻസറബിളാണ്, സർവോപരി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ആൻസറബിളാണല്ലോ. സഭയിലല്ലേ ഉള്ളൂ. വൈറ്റ് പേപ്പർ എന്തിനാ ഞങ്ങൾ ഇറക്കുന്നേ? ഞങ്ങൾ സോളിഡായിട്ടൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട്. ആ പേപ്പറിനെ സഹായിക്കാൻ വേണ്ടി ആവശ്യമായ കണക്കുകളും കാര്യങ്ങളും കൂടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സമീപനവും നമ്മളിത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കുന്നത്? സോ ഈ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന് പറയാം, ഭരണപക്ഷവും പ്രതിപക്ഷം ചർച്ച ചെയ്യുമല്ലോ. അപ്പൊ ഇത് അവിടെ പറയാവുന്നേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞ് ശമ്പളം ഇത് കഴിഞ്ഞിട്ട് ശമ്പളം ഒന്നും കൊടുക്കാനൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്താണല്ലോ പറഞ്ഞത്, ജനങ്ങൾക്കറിയാം ശമ്പളം കൊടുക്കാവുന്നവരെയാണ് അവരെ ഏൽപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യമാണ് തുടർച്ച ഉണ്ടാകുന്നത്. ഇപ്പോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? തുടർച്ച ഉണ്ടാവും, അല്ലാതെ ഇട്ടിട്ട് ഓടാനല്ല. തുടർച്ച ഉണ്ടാവും, നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഇനി പറഞ്ഞിട്ടുള്ളൂ, ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. നിങ്ങൾ വൈപ്പ് ചെയ്തെല്ലാം നടക്കാനല്ല, അത് ശരിയല്ല. കാരണം ഇതെല്ലാം ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ് പറയുന്നവരുടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ.